സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് രാജീവൻ സെക്യൂരിറ്റിയുടെ വേഷമിട്ടിട്ട് അങ്ങനെ രാജീവത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഡിവൈഎസ്പിയുമായി സംസാരിക്കുമ്പോൾ ഡിവൈഎസ്പിയോട് പറയുകയാണ്, ഞാനിവിടെ സെക്യൂരിറ്റി ആയിട്ട് ചാർജ് ചെയ്തു. അപ്പോൾ എനിക്ക് 25,000 രൂപയുടെ സാലറി മാസം കിട്ടും. എൻ്റെ എഗ്രിമെൻറ്റ് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് രാഖിയോട് ആവശ്യപ്പെടുകയാണ് അത് കാണിച്ചു കൊടുക്കും. രാഖി അകത്ത് പോയിട്ട് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് ഡിവൈഎസ്പി നോക്കുന്നില്ല. അപ്പോൾ സാറിനത് കാണണ്ടെങ്കിൽ തിരിച്ചു കൊണ്ട് വെക്കാൻ പറയുമ്പോൾ രാഖി തിരിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ അംഗങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് ഡ്രൈവറായിട്ട് കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസെൻറ്റീവ്സ് ആയിട്ട് വേറെയും കിട്ടും, എല്ലാം കൂടി നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഡിവൈഎസ്പിയോട് പറയുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ കോലം കെട്ടലും വേഷം കെട്ടലൊക്കെ കൊള്ളാം, ഇത് വേറെ ആരോടെങ്കിലും പോയി കാണിച്ചാൽ മതി. നിങ്ങൾ ശാരികയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് രാഖിയുമായിട്ട് ഒരുമിച്ച് താമസിക്കില്ല എന്നൊക്കെയാണ് അത് പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ട് രാഖി കൊടുത്തിരിക്കുന്നതാണ്. അതിന് പുറമെ വേറെ ഒന്നും എനിക്ക് സംസാരിക്കാനില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ അമ്മയും വന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തെന്നാണ് പറയുന്നത്? നിങ്ങളാണ് ഇതെല്ലാം പോലീസിൻ്റെ ഉത്തരവാദിത്തം കറക്റ്റായിട്ട് ചെയ്യാത്തത്. അതായത് ഈ വീട്ടിൽ എന്തോരം ആക്രമണങ്ങൾ നടന്നു, അതായത് തുളസിക്കെതിരെ ആക്രമണം നടന്നിട്ട് ആരും ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അവർ മിസ്സായിരിക്കുന്നു, എന്നിട്ട് അവരെ കണ്ടുപിടിക്കാനോ ഒന്നിനും നിങ്ങൾക്ക് കഴിവില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കുറ്റം പറയാൻ വേണ്ടി വന്നത്? ഞങ്ങളുടെ കാര്യം നോക്കണ്ടേ? അതായത് ഈ വീട്ടിലുള്ളവർക്കും ഒരു ആപത്തും വരാതിരിക്കാൻ ഞങ്ങൾക്ക് ഈ നാട് വിട്ട് പോകാനൊന്നും പറ്റില്ല. ആരും പേടിച്ച് ഒളിച്ചോടാനും ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ഞങ്ങളുടെ സേഫ്റ്റി നോക്കണ്ടേ? അതിനുവേണ്ടി ഞങ്ങൾ സെക്യൂരിറ്റീനെ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ആരതിക്ക് കഴിയുന്ന പോലെ അകത്തുനിന്നും ഫുഡ് കൊണ്ടുവന്നിട്ട് രാജീവിന് കൊടുക്കുന്നുണ്ട്. സെക്യൂരിറ്റിയോട് അകത്ത് കയറരുതെന്ന് പറഞ്ഞിട്ടില്ലേ, പുറത്ത് നിന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ എന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഡിവൈഎസ്പി പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാം നാടകം വളരെ ഭംഗിയായിട്ടുണ്ട്, അത് പൊളിക്കണ്ട, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അകത്ത് കയറി ഭക്ഷണം കഴിക്കണ്ട, പുറത്ത് തന്നെ പോയി ഭക്ഷണവും കഴിച്ചോ, ഞാനെല്ലാം വിശ്വസിച്ച് ബോധ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കളിയാക്കുകയാണ്. വേസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ രാഖി പറയുന്നുണ്ട്, നമ്മൾ ഈ കാണിച്ചതിനൊക്കെ ഇനി അതിലും വലിയ ബുദ്ധിമുട്ടുമാകോ, ശാരിക ഇനി കൂടുതൽ പിടി മുറുക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ ധൈര്യമായിട്ട് ഇരിക്കുക, ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി അല്ലേ, എനിക്കെന്താ സെക്യൂരിറ്റി ജോലി ചെയ്യണ്ടേ അല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ലളിതാമ്മയോടും പറയുകയാണ്. അതെ മോൻ ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാജീവന് അങ്ങനെ സെക്യൂരിറ്റി വേഷത്തിൽ തന്നെ അകത്തിരുത്തി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആരതി ചേച്ചിയും സൈഡിലുണ്ട്, അതുപോലെ നമ്മുടെ രാഖിയും ഒപ്പമുണ്ട്. അപ്പോൾ രാഖി പറയുകയാണ്, എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സങ്കടമുണ്ട്, രാജീവേട്ടൻ ഇങ്ങനെ സെക്യൂരിറ്റി വേഷത്തിലിരുന്ന് കഴിക്കുന്നത് കണ്ടിട്ടെന്ന് പറയുമ്പോൾ ആരതി ചേച്ചിയും പറയുകയാണ്, ആ കഴിക്കുമ്പോഴെങ്കിലും ആ വേഷം ഒന്ന് മാറ്റിയിട് രാജീവ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴാണ് നമ്മളെ സെർച്ച് ചെയ്യാനും നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് കയറി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സെക്യൂരിറ്റി ഡ്രസ്സ് എപ്പോഴും നല്ലത് തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എന്തോ ഒരനക്കം കേട്ടിട്ട് ആരതി പുറത്ത് പോയിരിക്കുമ്പോൾ ആരോ അവിടെ നിന്ന് രാരീരം വീട് വാച്ച് ചെയ്യുന്നതായിട്ട് കാണുകയാണ്. അത് അകത്ത് നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, അത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ്, മിക്കവാറും മഫ്തിയിലുള്ള പോലീസ് തന്നെയായിരിക്കും, ഞാൻ എന്തായാലും നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവർ വേഗം തന്നെ രാജീവനെ പുറത്തേക്ക് വിടുകയാണ്. രാജീവൻ അപ്പോൾ ഒന്നും അറിയാത്ത പോലെ അതായത് ടോയ്ലറ്റിൽ പോയ വ്യാജേന അവിടെ പരിസരമൊക്കെ ചുറ്റി പിന്നെയും നടക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ആ മഫ്തിയിലുള്ള പോലീസ് ഡിവൈഎസ്പിയെ വിളിച്ച് പറയുന്നുണ്ട്, ഇവിടെ ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രാജീവനെ പെട്ടെന്ന് കാണുന്നത്. അപ്പോൾ ഇല്ല സാർ, അയാൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ്. ശാരികയെ നമ്മുടെ ജയശ്രീ വിളിക്കുന്നതാണ് കാണിക്കുന്നത്, ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതായത് രാജീവൻ്റെയും രാഖിയുടെയും വിവാഹ വാർഷികം നടത്തുന്നതായിട്ട് ഒരറിവ് കിട്ടിയിട്ടാണ് ജയശ്രീ ചേച്ചി വിളിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശാരിക പറയുകയാണ്, എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ, അവസാനം ഇത് നടത്തണോ വേണ്ടയോ എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത്, എൻ്റെ തീരുമാനങ്ങളെ ഇവിടെ നടക്കുകയുള്ളൂ എന്നൊക്കെ ചേച്ചിയോട് ശാരിക പറയുകയാണ്. അതായത് ഈ കൊല്ലമായിരിക്കും അവർ ഏറ്റവും അടിപൊളിയായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എല്ലാം എൻ്റെ കൈകളിലാണുള്ളതെന്നൊക്കെ പറയുന്നത് സൈഡിൽ നിന്ന് നമ്മുടെ ജഗന്നാഥനും കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ശാരിക പോയിട്ട് ഡേറ്റൊക്കെ നോക്കുന്നുണ്ട്. ഇന്ന ദിവസമാണ്, അതായത് ജൂലൈ 30-ാം തീയതിയാണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, അത് ഞാൻ നടത്തി കാണിച്ചു തരാമെന്നൊക്കെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ജഗന്നാഥൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്തോ ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ, മിക്കവാറും അത് രാജീവിനെ കുറിച്ചുള്ള എന്തോ ആണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം, ശാരികയ്ക്ക് എന്നോട് ദേഷ്യം തോന്നാലും ഇല്ലെങ്കിൽ ഞാൻ പറയുകയാണെന്നും പറഞ്ഞിട്ട് പറയുകയാണ്. അതായത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് രാജീവിന് ഏറ്റവും ആത്മാർത്ഥതയും സ്നേഹവുമുള്ള ഒരേ ഒരാൾ രാഖിയും മക്കളും മാത്രമാണ്, അല്ലാതെ ശാരികയോട് ഇല്ല. ശാരിക എന്തിനാണ് ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, പക്ഷേ രാജീവേട്ടൻ്റെ ഭാര്യ ഞാൻ മാത്രമാണെന്നൊക്കെ പറയുമ്പോൾ എന്നിട്ടാണോ ആ ഭാര്യയുടെ മുഖത്തടിച്ചിട്ട് രാഖിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാഖിയുടെ അടുത്തേക്ക് പോയി, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഇതൊക്കെ എനിക്കറിയാമെങ്കിലും എല്ലാം എനിക്ക് തന്നെ തിരിച്ച് കിട്ടും, എത്രയും പെട്ടെന്ന് തന്നെ രാജീവേട്ടൻ എൻ്റെ പുറകെ വരും, എൻ്റെ വീട്ടിലേക്ക് വരും എന്നൊക്കെ ജഗന്നാഥനെ അറിയിക്കുകയാണ്.
രാഗിയുടെ വീടാണ് കാണിക്കുന്നത്. രാഗിയുടെ അടുത്ത് രാജീവൻ സെക്യൂരിറ്റി വേഷമൊക്കെ മാറ്റിയിട്ട് സാധാരണ പോലെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരൊരുമിച്ച് ബെഡ്റൂമിൽ നിന്ന് സംസാരിക്കുന്നു. ഞാൻ നിന്നെയും മക്കളെയും വിട്ടിട്ട് ശാരികയെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ശാരികയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ രാഗി പറയുകയാണ്, അതെല്ലാം എനിക്കറിയാം, എല്ലാം എനിക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണെന്ന് അറിയാം, അതുകൊണ്ട് എനിക്കതൊരു തെറ്റായി തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ്. എല്ലാത്തിനും പരിഹാരം നമ്മൾ എന്തും സഹിച്ച് നമുക്ക് ശാരികയെ ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ, അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ വളരെ റൊമാൻറ്റിക്കായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. രാജീവൻ രാഗിയുടെ അടുത്തേക്ക് വളരെ സ്നേഹത്തോടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും, അധികം സ്നേഹമൊന്നും വേണ്ട, ഇവിടുത്തെ സെക്യൂരിറ്റി ആണെന്നുള്ള കാര്യം മറക്കണ്ട, സെക്യൂരിറ്റി ആയിട്ട് തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് രാഗിയും തമാശയൊക്കെ പറയുകയാണ്. രാജീവനും പറയുന്നുണ്ട്, അതെ ഞാൻ എൻ്റെ രാഗിയുടെയും മക്കളുടെയും സെക്യൂരിറ്റിയാണ്, പക്ഷേ രാഗിയുടെ എല്ലാ അവകാശങ്ങളും എനിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് പുറത്തെന്തൊരു അനക്കം കേട്ടിട്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ രാജീവൻ പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങി ഒന്ന് നോക്കട്ടെ, ടോർച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ രാജീവൻ പുറത്തേക്ക് പോകണ്ട, അതായത് ശാരിക എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ആരെങ്കിലും മിക്കവാറും നമ്മളെ വാച്ച് ചെയ്യാനും നമ്മൾക്ക് എന്തെങ്കിലും ഒരു കെണിയിൽ അകപ്പെടുത്താനൊക്കെ ആയിട്ട് പോലീസിൻ്റെ സഹായത്തോടുകൂടി അവർ ഇറങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോഴേക്ക് എത്ര നാൾ പേടിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രാജീവൻ പറയുകയാണ്, ഞാൻ ഓർക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട് തന്നെ വിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചാൽ ഇപ്പോൾ അവൾക്ക് കിട്ടുന്ന ഈ പോലീസിൻ്റെ സഹായമൊന്നും പിന്നെ അവൾക്ക് ഉണ്ടാവില്ല, പുതിയ നാട്ടിൽ നമുക്കും സഹായം കിട്ടും പോലീസിൻ്റെ, അവിടുത്തെ പോലീസ് നമുക്ക് സഹായമായിരിക്കും എന്നൊക്കെ വേണ്ടി പറയുകയാണ്. അപ്പോൾ അങ്ങനെ പേടിച്ചോടേണ്ട ആവശ്യമില്ല, ഒരു നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഞങ്ങൾക്കിടയിൽ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരരുത്, അതുകൊണ്ട് മാക്സിമം നമുക്ക് നോക്കാം, എന്നിട്ട് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി എന്ന് പറയുകയാണ്. കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഭാവി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയുകയാണ്. പെട്ടെന്ന് അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അതേ ശബ്ദം പുറത്ത് കേൾക്കുമ്പോൾ രാജീവ് ഫോണിൽ കൂടി CCTV മുഖേന അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഒരാൾ രാജീവിൻ്റെ കാറിൻ്റെ അടുത്തോട്ട് വരുന്നതെല്ലാം കാണുന്നുണ്ട്. ശാരികയുടെയും DYSPയുടെയും എന്തോ പുതിയൊരു കെണി തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന രാജീവിനെയും രാഖിയെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ സീരിയൽ അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.